PM ശ്രീ മായി മുന്നോട്ട് പോകുന്നതിനെതിരെ ഏറ്റവും അധികം എതിർത്തുകൊണ്ടിരിക്കുന്നത് CPM-ൽ നിന്നും ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണല്ലോ. അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയങ്ങളും കേരളവും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നീണ്ട ലേഖനമാണ്. അതിൽ എന്തുകൊണ്ട് PM ശ്രീ ഒപ്പുവെച്ചു എന്ന് വിശദമായി പറയുന്നുണ്ട്. ഒപ്പുവെച്ച സമയത്തെയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളെ നികുതിപ്പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറ്റുകയും ചെയ്യും. അവർ മാറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിന് നിർബന്ധിതമായ സാഹചര്യമെന്ന് വിശദീകരിക്കുന്നുണ്ട്. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. അതായത് ഇപ്പോൾ VD സതീശൻ പറയുന്നത് അതാണ്. PM ശ്രീ നടപ്പാക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ഞങ്ങളത് ചർച്ച ചെയ്യാൻ പോകുന്നു. ഈ പറയുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെതുപോലെ തന്നെ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ അവസാനം പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വകുപ്പ് തുടർന്നും ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. അതുകൂടാതെ ഇതിന്റെ തുടക്കത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ നല്ലോണം പുറത്തുമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഒരു കുഴപ്പമായി ദേശീയ വിദ്യാഭ്യാസത്തിന് ഒരു കുഴപ്പമുള്ളതായിട്ടും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് എന്താണ് കുഴപ്പം എന്ന് അന്ന് ശിവൻകുട്ടി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അതിനെ എതിർക്കുന്നു. അതിൽ ഒപ്പിട്ട ശേഷം പ്രതിപക്ഷത്തിന് എതിർപ്പ് പോലുമല്ല, CPIയുടെ എതിർപ്പിനെ തുടർന്നാണ് അതുമായി മുന്നോട്ട് പോകാൻ കഴിയാഞ്ഞത്. അത് ഒരു സെമി കോളൻ ഇട്ട് വെക്കുകയായിരുന്നു. മുന്നോട്ട് പോകാൻ ഒരു സെമി കോളൻ ഇട്ട് വെച്ചിട്ട് അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു മരവിപ്പിക്കൽ എന്ന തീരുമാനം മാത്രം അറിയിക്കുന്നു, വിഡ്രോവൽ എന്ന തീരുമാനം പറയാതെ. അതിനുശേഷം ഒരു സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ തീരുമാനം വരും വരെ എന്ന കത്താണ് അവിടേക്ക് കൊടുത്തിരിക്കുന്നത്. ശരി, അതിലും പ്രായോഗികമായ ഒരു രൂപത്തിലാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് PM ശ്രീ ഒപ്പിട്ടതില്ല. അതായത് കോൺഗ്രസ് പറയുന്നതും ലീഗ് പറയുന്നതും രണ്ടായിരുന്നു. VD സതീശൻ എന്ന് പറഞ്ഞില്ല, PM ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റിനെ അറിയിക്കാതെ ചെയ്തതിലാണ് അതിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലീഗ് അങ്ങനെയല്ല. PM ശ്രീയെ എല്ലാ തരത്തിലും RSS അജണ്ടയ്ക്ക് വഴങ്ങുന്നു, അല്ലെങ്കിൽ RSSനുമായി ചർച്ച നടത്തിയിട്ട് എന്ന രൂപത്തിൽ തന്നെയാണ് അതിനെ ലീഗ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് VD സതീശനും പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. KC വേണുഗോപാലിനെ പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ ആയിക്കോട്ടെ, RSS അജണ്ടയാണ്. പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, എന്നെ സമ്മതിക്കൂ. സുനിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. RSSന്റെ അജണ്ട എന്ന് പറയുമ്പോൾ RSSന്റെ അജണ്ടയ്ക്ക് CPM വഴങ്ങിയെന്നതാണ്. അത് CPM തമ്മിലുള്ള ആ പോരിൽ അതിൽ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ് ചെയ്തത്. CPIയെ അറിയിക്കാതെ CPM ചെയ്തത് RSSുമായിട്ടുള്ള ഒരു ഡീലാണ് എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. ഉറപ്പായിട്ടും ലീഗിന് അതൊരു കുറച്ചുകൂടി ഉറച്ച നിലപാടുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തിരഞ്ഞെടുപ്പ്, അത് സുനിൽ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. എന്നെ ഒന്ന് പറയാൻ ഒരു മിനിറ്റ് എനിക്കറിയാലോ, എനിക്കറിയുന്ന കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. സുനിൽ അഭിപ്രായം പറഞ്ഞല്ലോ, എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ ഞാൻ പറയട്ടെ.